എന്റെ സഫിയത്തെ ഉറക്കം നിലവിളിച്ച് ഉണർന്നപ്പോൾ ചുറ്റിനും ആട്ടിൻപറ്റങ്ങളല്ല. കൊച്ചുമക്കളായ 8 മാസക്കാരൻ മുഹമ്മദ് ഐഹാനും 5 വയസ്സുകാരി ഐനുൾ മറിയവും സ്നേഹക്കോട്ട കെട്ടി വാപ്പച്ചിയെ പുണർന്നു കിടക്കുകയാണ്. നരകയാതനകളുടെ ആടുജീവിതത്തിൽ നിന്ന് കരകയറിയ ആലപ്പുഴ ആറാട്ടുപുഴ പത്തിശ്ശേരിൽ നജീബ്. ഗൾഫിൽ പോകുന്നൊരു തീരുമാനത്തിലെത്തിയത് നമുക്ക് ജീവിച്ചിങ്ങനെയൊക്കെ പോകാം. പക്ഷെ എന്നാലും നമുക്കൊരു കരുതലൊന്നുമില്ല. കല്യാണം കഴിച്ച് ഒരു വീടൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങനെ 5 സെന്റ് സ്ഥലം ഉള്ളത് വിറ്റിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഗൾഫിൽ പോകുന്നത്. പോയതെന്ന് പറഞ്ഞാൽ തെറ്റിക്കൊണ്ടുപോയതാണ്. ഇന്ന് എയർപോർട്ടിൽ നിന്ന് വരാൻ അവർ താമസിച്ചു പോയി. അങ്ങനെ താമസിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ച് ഞാനങ്ങോട്ട് ചെന്നപ്പോൾ പാസ്പോർട്ട് ചോദിച്ചു. ഞാനിങ്ങനെ എൻ്റെ ആ ബുദ്ധിക്ക് ഞാൻ കൊടുത്തു. അറിയില്ലായിരുന്നു. കൊടുത്തപ്പോൾ പറഞ്ഞ ഭാഗം പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. അങ്ങനെ കൊണ്ടുപോയത്. ഇന്ന് സന്തോഷ ജീവിതം നയിക്കുമ്പോഴും 3 പതിറ്റാണ്ട് മുമ്പ് അനുഭവിച്ച മുറിപ്പാടുകൾ മനസ്സിൽ ഉണങ്ങിയിട്ടില്ല. ഇപ്പോഴും രാത്രികളിൽ ഞെട്ടിയുണരും. സൗദി അറേബ്യയിലെ മണലാരണ്യത്തിൽ കൂടെ കൂടിയ തലവേദന വിട്ടുമാറിയിട്ടില്ല. സൗദിയിലെത്തി വഞ്ചിക്കപ്പെട്ട് ആടുകളെ മേച്ച് ചത്തതിനൊക്കുമേ ജീവിച്ച നജീബിന്റെ ജീവിതം കഥാകാരൻ ബെന്യാമിനാണ് ആടുജീവിതം എന്ന നോവലിലൂടെ പുറം ലോകത്തെത്തിച്ചത്. ഈ മാസം അതേ ജീവിതം പൃഥ്വിരാജ് ചിത്രമായി തിയേറ്ററുകളിലെത്തുമ്പോൾ എല്ലാം ഒരു നിയോഗമെന്ന് കരുതാനാണ് നജീബിന് ഇഷ്ടം. അങ്ങനെ ഒരുപാട് ദിവസം ഞാൻ അവിടുത്തെ അന്ന് ഞാൻ മരുഭൂമി കിടന്നുകൊണ്ട് എൻ്റെ സഭ്യത്തെ എന്ന് പറഞ്ഞ് ഞെട്ടിയാണത്. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഈ പടത്തിനകത്തും പൃഥ്വിരാജ് എൻ്റെ സേനു എന്ന് പറഞ്ഞ് അലറി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അത് ഞാനന്ന് അവിടെ പരിപാടിക്ക് പോയപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആകെ പോലെ കരഞ്ഞ് എൻ്റെ നെഞ്ചം കിടിച്ചതുപോലായി. നജീബ് ഇന്ന് ആറാട്ടുപുഴ കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളിയാണ്. കടലിൽ നിന്ന് തിരികെ എത്തുന്ന വള്ളങ്ങളിലെ വലയിൽ നിന്ന് മീൻ കുടഞ്ഞെടുത്ത് അന്നന്നത്തെ വക കണ്ടെത്തുന്ന സാധാരണക്കാരൻ. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആട് മേയ്ക്കാൻ കേട്ടിട്ടുണ്ട്. പഴയപോലെ ഞാനും അതിലൊന്നൊരു ഭീതി കയറി ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് കരയുക. കരഞ്ഞ് ഇയാൾ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. കൊണ്ടുപോയി കരയുന്ന ഇഷ്ടമായിരുന്നു. അങ്ങനെ കരഞ്ഞ് ഞാൻ തലയിട്ടടിക്കുന്ന പോലുള്ള വരച്ചിലായിരുന്നു. ഇനി ഒരു കാരണവശാലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ വിഷമം ഞാൻ എൻ്റെ ഭാര്യ ഗർഭിണിയായിട്ട് വന്നപ്പോൾ അതിന് ഇനി എന്ത് സംഭവിക്കുമെന്നൊക്കെ ഉള്ളൊരു ചിന്ത മനസ്സിലായിട്ട് വന്നു. അങ്ങനെ ഇങ്ങനെ ഒരു കാലം കഴിഞ്ഞ് ഇങ്ങനെ പോയി 2 വർഷത്തോളം. പിന്നെ ഒരു 3 മാസമായില്ലെങ്കിൽ 3 മാസമായപ്പോൾ ഒരു പാകിസ്ഥാൻ കോച്ചയാട്ടീനെ അവിടത്തേക്ക് വന്നു. അങ്ങനെ ഞാൻ നേരത്തെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി ഇത്രയൊക്കെ എനിക്ക് കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു കത്തെഴുതി ഇയാളെ കൈ കൊടുത്തു നയിക്കാമെന്ന്. എന്നിട്ട് അയാൾ അയച്ചിട്ടില്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പിച്ചിക്കറി ഇട്ടേക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ എനിക്ക് ആ ഒരു ടെൻഷൻ. അങ്ങനെ ഞാൻ കരയുവാണ് എടുത്ത് നോക്കിയിട്ട്. അങ്ങനെ പിന്നെ ഈ പാകിസ്ഥാൻ 3 മാസം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കോച്ചയെ കൊണ്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് ഞാനോട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൈവൊക്കെ കാണിച്ചു. ഞാനും കൈവൊക്കെ അന്നേരം പറ്റി പെട്ടെന്ന് എൻ്റെ ബേഗിൽ ഒരു കത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ കത്ത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് കൊടുക്കാനായിട്ട് ഇങ്ങനെ കറങ്ങി അവിടെ നിന്നപ്പോൾ ഇയാൾ കണ്ടു. ഈ അറബി കണ്ടു. അങ്ങനെ അടുക്കോട്ട് പോകുന്ന അയാൾ കണ്ടു. അന്നേരം അയാളുടെ ഓടി നയിച്ചും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, ആടിനെ വേറെ ചാണിയം കൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളുടെ മുഖത്ത് അയാളിങ്ങനെ തിരിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആ കത്തിയൊക്കെ കാണിച്ചു. അപ്പോൾ പാകിസ്ഥാൻ എന്നിട്ട് അയാൾ പറഞ്ഞു ആളെ ഇട്ടേക്കാൻ പറഞ്ഞു. ഇച്ചിരി ദൂരോട്ട് മാറ്റി ഇട്ടേരാൻ അയാൾ വന്നിട്ടുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കത്ത് അവിടെ കൊണ്ടിട്ടു, ദൂരെ കൊണ്ടിട്ടു. അങ്ങനെ ആ കത്ത് ഞാൻ പിന്നെ ഈ ആടിനെ കൊണ്ടുപോയി ഇങ്ങനെ നടത്തിക്കാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ നടത്തിച്ച് തിരിച്ചു വന്നപ്പോൾ ആ കത്ത് അവിടെ കാണുന്നില്ല. ഇയാൾ എടുത്തുകൊണ്ട് പോയോ അതാ ഇവൻ്റെ കണ്ണിൽ പെട്ടത് ഒത്തിരി കളഞ്ഞതിലെന്നൊരു ഭീതി അന്നേരം മനസ്സിലുണ്ട്. അങ്ങനെ ആ കത്ത് ഞാനവിടെ പരിസരത്തൊക്കെ പോകുന്നപ്പോൾ അത് കത്തിൻ്റെ ഇതൊന്നും അടങ്ങില്ല. അപ്പോൾ അയാൾ എടുത്തുകൊണ്ട് പോകുന്ന മനസ്സിനൊരു ഇതായി. പക്ഷേ ആ കത്ത് അയാൾ കൊണ്ടുപോയി അയച്ചെന്തായാലും. അങ്ങനെ ഞാൻ ഒരുപാട് ഭീകരമായിട്ടൊന്നും എഴുതിയില്ലായിരുന്നു. കാരണം ഞാൻ ഇതുപോലെ വന്ന് പെട്ടുപോയി ഒരുപാട് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരാട് മേയ്ക്കൽ ഒക്കെ പരിപാടി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ വന്ന് പെട്ട് കിടക്കുവാണെന്നൊക്കെ പറഞ്ഞ് കത്തി.